ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കിടിലൻ യുദ്ധ സിനിമയുടെ കഥയാണ്. ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയ ക്രിസ്റ്റഫർ നോളന്റെ സിനിമയായിട്ടുള്ള ഒഡീസിയസ്, ആ സിനിമയുടെ കഥ അത് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണണം. ഈ സിനിമയുടെ കഥ അത് ചുരുക്കി പറയുകയാണെങ്കിൽ 3200 വർഷങ്ങൾക്ക് മുന്നേ ട്രോയ് എന്നൊരു നഗരം ഉണ്ടായിരുന്നു. ആ നഗരത്തിനെ കഴിഞ്ഞ 100 വർഷമായിട്ട് ഒരു സാമ്രാജ്യങ്ങൾക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ട്രോയ് എന്ന ആ ഒരു നഗരത്തിന് ചുറ്റും വലിയൊരു കോട്ട മതിലുണ്ട്. അത് തകർക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്തായാലും ട്രോയെ കീഴ്പ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് ഗ്രീക്കിലെ തന്നെ ഏറ്റവും വലിയ സൈന്യമുള്ള രാജാവായിട്ടുള്ള അഗാമെനോണും അയാളുടെ ആളുകളും അങ്ങോട്ടേക്ക് വരികയാണ്. അയാളുടെ കൂടെ തന്നെ ഏറ്റവും വലിയ യുദ്ധവീരനായ അക്കിലീസും ഉണ്ട്. അതുപോലെ തന്നെ യുദ്ധ തന്ത്രങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒഡീസിയസും ഉണ്ട്. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വലിയ വലിയ യുദ്ധത്തിന്റെ സീനുകൾ വരെയുണ്ട്. ബാഹുബലി സിനിമയിൽ നമ്മൾ കണ്ടില്ലേ, അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളത്. എന്തായാലും ധൈര്യമായിട്ട് ഈ ഒരു സിനിമയുടെ കഥ നിങ്ങൾ കേട്ടോ, അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും നേരെ കഥയിലേക്ക് പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈ കഥ ആരംഭിക്കുന്നത് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുന്നേ ഗ്രീസിൽ വെച്ചാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് മൈസീനിയ. മൈസീനിയുടെ രാജാവാണ് അഗമെനോൺ. ആ രാജാവിന് അയാളുടെ രാജ്യത്തിന്റെ അതിർത്തി വലുതാക്കണം, എല്ലാവരെയും അയാളുടെ കീഴിലേക്ക് കൊണ്ടുവരണം എന്ന വല്ലാത്തൊരു അധികാരമോഹം ഈ രാജാവുണ്ടല്ലോ അഗമെനോൺ, ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ക്രൂരനായ ഒരു രാജാവാണ്. ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ കീഴിൽ ഒരുപാട് സൈനികരുണ്ട്. കീഴടക്കുന്ന ഓരോ രാജ്യത്തെയും അയാളുടെ കീഴിലേക്ക് കൊണ്ടുവരും. അങ്ങനെ എന്നത്തെയും പോലെ തന്നെ ഒരു ചെറിയ നാട്ടുരാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇപ്പോ അഗമെനോണും അയാളുടെ പടയാളികളും വന്നിട്ടുണ്ട്. രണ്ടു ഭാഗത്തും പടയാളികൾ നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്ന രാജാവിന് അല്പം പ്രായമായിട്ടുണ്ട്. ഇപ്പൊ അയാളുടെ അടുത്തേക്ക് ചെന്ന് അഗമെനോൺ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് വെറുതെ യുദ്ധം നടത്തി സമയം കളയണം. യുദ്ധം നടന്നാൽ എന്റെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും ആളുകൾ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരാളെ ഇങ്ങോട്ടേക്ക് വിടാം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാളെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. അവര് രണ്ടുപേരും യുദ്ധം ചെയ്യിക്കട്ടെ. എന്റെ ആൾ ജയിച്ചാൽ നിങ്ങൾ എനിക്ക് കീഴ്പ്പെട്ട് നിൽക്കണം. അതുപോലെ തന്നെ നിന്റെ ആളാ ജയിക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് കീഴടങ്ങിക്കൊള്ളാം. വൃദ്ധനായ ആ രാജാവ് ഇത് കേട്ടപാട് തന്നെ സമ്മതമാണ് എന്ന് പറയാണ്. കാരണം അയാളുടെ കയ്യിൽ ഒരു തുറുപ്പ് ചീട്ടുണ്ട്. 8 അടി പൊക്കമുള്ള രാക്ഷസനെ പോലെയുള്ള ഒരു മനുഷ്യൻ. അവന്റെ പേരാണ് ബോആഗ്രിയസ്. ഇപ്പൊ ബോആഗ്രിയസിനെ ആ രാജാവ് മുന്നോട്ടേക്ക് വിളിക്കുകയാണ്. ഇതിനുശേഷം അഗമെനോൺ ആ രാജാവ് പറയാണ്, ഇനി നിങ്ങളുടെ ആളെ വിളിക്കുന്നത്. വളരെ പുച്ഛത്തോട് കൂടിയിട്ട് ഇപ്പൊ വന്ന ആ ഒരു പോരാളിയെ, അതായത് ബോആഗ്രിയസിനെ നോക്കി അഗമെനോൺ അയാളുടെ പോരാളിയെ വിളിക്കുകയാണ്. അഖിലീസ് ഇങ്ങോട്ടേക്ക് വാ. എന്നാൽ അഖിലീസിന് വിളിക്കുകയല്ലാതെ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ മറ്റേ രാജാവ് പറയാണ്, അതങ്ങനെയാണ്, എന്റെ ബോആഗ്രിയസിനെ കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും പതിയെ ഒളിച്ചോടും. എന്തായാലും അഗമെനോണ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട്, അഖിലീസ് എവിടെ, അവനെ വിളിക്ക്. ഈ സമയത്താണ് അയാൾ പറയുന്നത്, അഖിലീസ് ഇന്ന് വന്നിട്ടില്ല, ഇന്ന് ലീവാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ പോയി വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അഗമെനോൺ പറയാണ്. അങ്ങനെ അഖിലീസിനെ വിളിക്കാനായിട്ട് ഒരു പയ്യനാണ് പോകുന്നത്. ഇവിടെ നിന്നും കുറച്ച് അകലെയായിട്ട് ഈ അഗമെനോണിന്റെ പട്ടാളക്കാർ ക്യാമ്പ് ചെയ്തൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് ആ പയ്യൻ പോകുന്നത്. അവിടെ തന്നെ ഒരു ടെന്റിലാണ് ഈ അഖിലീസ് ഉള്ളത്. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഈ പയ്യൻ പോയിട്ട് അഖിലീസിനെ വിളിക്കുന്നുണ്ട്. അഗമെനോൺ രാജാവ് നിങ്ങളോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ പോകണം. എന്നാൽ അഖിലീസ് പറയണേ, എനിക്കൊരു മൂടുമില്ല, നല്ല ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റില്ല, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം. അതുപോലെ തന്നെ ആ പയ്യൻ പറയാണ്, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്ന ആ ആളുണ്ടല്ലോ ബോആഗ്രിയസ്, അവനൊരു രാക്ഷസനാ. അത്രയും വലിയ മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓഹോ അങ്ങനെയാണോ, എന്നാ പിന്നെ നമുക്കൊന്ന് പോയി കളയാന്ന് പറഞ്ഞിട്ട് അഖിലീസ് വേഗം തന്നെ റെഡിയാവുകയാണ്. നേരെ കുതിരപ്പുറത്ത് കയറിയിട്ട് യുദ്ധമുഖത്തേക്ക് പോകുന്നുണ്ട്. അഖിലീസ് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ ഉറക്കനെ അവന്റെ പേര് വിളിക്കാൻ തുടങ്ങുകയാണ്, അഖിലീസ് അഖിലീസ് എന്ന് പറഞ്ഞിട്ട്. കാരണം അന്ന് ആ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധവീരനാണ് അഖിലീസ്. ഇപ്പൊ അഖിലീസ് നേരെ അഗമെനോൺ രാജാവിന്റെ അടുത്തേക്ക് വരുമ്പോൾ രാജാവിന് ദേഷ്യം വന്ന് ചൂടാവുന്നുണ്ട്. നീ എവിടെ പോയി കിടക്കുകയായിരുന്നു, എന്താ ഇത്ര വൈകിയത്? രാജാവിന്റെ ആ ഒരു ചൊറിഞ്ഞ വർത്താനം കേട്ടപ്പോൾ അഖിലീസിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. ഇപ്പൊ അഖിലീസ് പറയാണ്, അത്ര ധൃതി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ കയറി അങ്ങോട്ട് യുദ്ധം ചെയ്താൽ പോരായിരുന്നു. എന്തായാലും ഇവർക്കിടയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന സൈന്യാധിപൻ വന്നിട്ട് ഇടപെടുന്നുണ്ട്. അഖിലീസ് വെറുതെ ഈ സമയത്ത് വഴക്ക് കൂടല്ലേ, നീ എങ്ങനെയെങ്കിലും ആ നിൽക്കുന്നവനെ തോൽപ്പിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് പേര് ഇന്ന് മരിക്കാതെ രക്ഷപ്പെടും. നീ ഒന്ന് ഇതിന് തയ്യാറാവണമെന്ന് പറയണം. അങ്ങനെ അഖിലീസ് യുദ്ധത്തിന് തയ്യാറായി നേരെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാണ്. കയ്യിൽ ഒരു പടച്ചട്ടിയും അതുപോലെ തന്നെ ഒരു വാളുമുണ്ട്. പിന്നെ ഒരു ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഈ ബോആഗ്രിയസിന് നേരെ അവൻ ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ കണ്ടാൽ ഒരു മലമാടിനെ പോലെ തോന്നിക്കുന്ന ഈ ബോആഗ്രിയസ് ഒരു വലിയ കുന്തെടുത്ത് അഖിലീസിന് നേരെ ഒരൊറ്റ ഏറുകയാണ്. എന്നാൽ ആ കുന്തം എല്ലാം അഖിലീസ് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബോആഗ്രിയസ് അവന്റെ രണ്ടാമത്തെ കുന്തെടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഇടിമിന്നൽ വേഗത്തിൽ അങ്ങോട്ടേക്ക് വന്ന അഖിലീസ് ചാടി വന്ന് അവന്റെ വാളുകൊണ്ട് ബോആഗ്രിയസിന്റെ ഷോൾഡറിലൂടെ അവന്റെ
ഉള്ളിലേക്ക് ആ വാള് മുഴുവനായിട്ട് കുത്തിയിറക്കി വലിച്ചെടുക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് പെട്ടെന്നാണ് ഇത് നടന്നത്. അപ്പൊ തന്നെ വെട്ടിയിട്ട മരം പോലെ ആ വലിയ രാക്ഷസ മനുഷ്യൻ വാഗ്രിയസ് നിലംപൊത്തി വീഴുകയാണ്. ഇത് കണ്ട് എല്ലാവരുടെയും വായടഞ്ഞു പോവാണ്. ആർക്കൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. പിന്നീട് ആ പടയാളികളുടെ അടുത്തേക്ക് ചെന്ന അഖിലീസ് പറയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോടാ എന്നോട് യുദ്ധം ചെയ്യാനായിട്ട്? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വാടാന്ന് പറയാണ്. ഇപ്പൊ അവരുടെ രാജാവ് തന്നെ അഖിലീസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നീ ആരാണ്, എന്താണ് നിന്റെ പേര്? ഇപ്പൊ അഖിലീസ് അവന്റെ പേര് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ രാജാവ് തന്നെ അവന്റെ ആ ഒരു വീര്യം കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പൊ രാജാവ് അവന്റെ കയ്യിൽ ഒരു അധികാരത്തിന്റെ വടി കൊടുക്കുന്നുണ്ട്. ആരാണോ ഈ രാജ്യം ഭരിക്കുന്നത് അയാൾക്കാണ് ഈ വടി കൈവെക്കാനുള്ള അവകാശം. നീ തന്നെ നിന്റെ രാജാവിന് ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന പറയാണ്. എന്നാൽ അഖിലീസ് പറയാണ്, അയാൾ എന്റെ രാജാവ് ഒന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അഖിലീസ് അവന്റെ പാട്ട് നോക്കി പോവാണ്. ഒരു വല്ലാത്ത വീരൻ തന്നെ. ആരെയും പേടിയില്ല, ഒരു കൂസലുമില്ല, ഒരു തരി പോലും മരണഭയവും ഇല്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് സ്പാർട്ട എന്ന രാജ്യമാണ്. അവിടുത്തെ രാജാവ് ഈ അഗമെനോൺ ഉണ്ടല്ലോ, അയാളുടെ അനിയനായിട്ടുള്ള മെനോലസ് ആയിരുന്നു. ഈ മെനോലസിന്റെ സ്പാർട്ട എന്ന രാജ്യം പോലെ തന്നെ അത്യാവശ്യം വലിയൊരു രാജ്യമാണ് ട്രോയ്. അപ്പൊ അവരുമായിട്ട് യുദ്ധവും പ്രശ്നമൊന്നും വേണ്ട, സമാധാന സന്ധിയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ട്രോയിലെ രാജകുമാരന്മാരെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. അവരുടെ ആളുകളുണ്ട് കേട്ടോ കൂടെ. 2 രാജകുമാരന്മാരാണ്. മൂത്തയാള് ഹെക്ടർ, രണ്ടാമത്തെ ആള് പാരീസ്. മാത്രമല്ല ഇപ്പൊ മെനോലസ് നമ്മുടെ ഹെക്ടറിനോട് പറയാണ്, നമ്മുടെ 2 രാജ്യങ്ങൾ തമ്മിൽ യാതൊരു ശത്രുതയില്ല, നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകണം, നമ്മുടെ ഈ ഒരു സുഹൃത്ത് ബന്ധം വർഷങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് പറയാണ്. എന്തായാലും പാർട്ടി ആരംഭിക്കുകയാണ്. വൈനും മദ്യവും ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളും വരുന്നുണ്ട്. എന്നാൽ മദ്യം മാത്രം ഹെക്ടർ കുടിക്കുന്നുണ്ട്, ഒരു സ്ത്രീയെ പോലും തൊടുന്നില്ല. അതെന്താ കാരണമെന്ന് ഇപ്പൊ മെനോലസ് ചോദിച്ചപ്പോ ഹെക്ടർ പറയാണ്, എന്നെ കാത്ത് ഒരു പെണ്ണ് എന്റെ കൊട്ടാരത്തിലുണ്ട്, ഞാൻ അവളെ മാത്രമേ തൊടുവുള്ളൂ, എന്റെ ഭാര്യ ആൻഡ്രോമെക്ക. ഓ അങ്ങനെയാണോ, കുഴപ്പമില്ല, നീ മദ്യം കഴിച്ച് എൻജോയ് ചെയ്യുന്നു പറയാണ്. എന്നാൽ ഇതേ നേരം ഹെക്ടറിന്റെ അനിയൻ പാരീസ് അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഈ രാജാവ് മെനോലസ് ഉണ്ടല്ലോ, ഇയാൾക്കൊരു ഭാര്യയുണ്ട് ഹെലൻ, ഭയങ്കര സുന്ദരിയാ കാണാൻ. അവളെ ലൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആരും നോക്കാത്തൊരു സമയം നോക്കി ഇവര് രണ്ടുപേരും നേരെ മുകളിലേക്ക് പോവാണ്. ഇതാര് കാണുന്നുണ്ട്? പാരീസിന്റെ ചേട്ടൻ ഹെക്ടർ കാണുന്നുണ്ട്. മാത്രമല്ല മുകളിലേക്ക് പോയ പാരീസും ഹെലനും വെറുതെ അങ്ങ് പോയതൊന്നുമല്ല, അവൻ ഇവിടെ വന്ന പാട് തന്നെ ഈ ഹെലനെ നോട്ടമിട്ട് അവളെ കറക്കി എടുത്തിട്ടുണ്ട്. രണ്ടുപേരും തമ്മിൽ അവിടെ വെച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ പാരീസ് ഹെലന് ഒരു മാല കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹെലൻ പറയാണ്, നാളെ നിങ്ങൾ എല്ലാവരും പോവല്ലേ, ഇനി ഒരിക്കലും നിന്നെ എനിക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഈ സമയത്ത് ഇത് കേട്ട പാരീസിനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഹെലൻ കരഞ്ഞുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. ഇപ്പൊ പാരീസ് പറയാണ്, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. പിന്നീട് പാരീസ് നേരെ താഴേക്ക് വരുന്നുണ്ട്. അത് കണ്ട പാടിനെ ഹെക്ടർ അവനെ പോയി പിടിച്ചിട്ട് പറയാണ്, കള്ളപ്പന്നി, നീ എന്താടാ ഒപ്പിച്ചത്? നമ്മൾ ഇവിടെ വന്നത് യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ഈ പോക്ക് കണ്ടാൽ മിക്കവാറും നാളെ തന്നെ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുന്ന തോന്നുന്നത്. ഈ മെനോലസ് ആരാന്നറിയോ? ഇവന്റെ ചേട്ടൻ ആരാന്നറിയോ? അഗമെനോൺ. മൊത്തം ഗ്രീസിനെ അടക്കി വാഴുന്ന ആളാണ് ഈ അഗമെനോൺ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു ചിന്തകളും വേണ്ട, നാളെ രാവിലെ തന്നെ നമ്മൾ പോകുന്നു പറയാണ്. പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ ഹെക്ടർ അവന്റെ ആളുകളെയും കൂട്ടി പാരീസിനെയും കൂട്ടി നേരെ ട്രോയിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ പാരീസ് ഹെക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ചേട്ടാ എന്നെ ഒരാൾ കൊല്ലാൻ വന്ന ചേട്ടൻ എന്നെ രക്ഷപ്പെടുത്തുമോ? പിന്നെന്താ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും. എന്നാൽ എന്നെ കൊല്ലാൻ ഒരു വലിയ സൈന്യമാണ് വരുന്നതെങ്കിലോ എന്നെ രക്ഷപ്പെടുത്തുമോ? അപ്പൊ തന്നെ ഹെക്ടറിന് എന്തൊരു സംശയം തോന്നി. നീ കാര്യം പറയടാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പാരീസ് ഹെക്ടറിനെയും കൂട്ടി നേരെ താഴേക്ക് പോവാണ്. താഴേക്കെത്തിയ ഹെക്ടർ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അതായത് മെനോലസ് അയാളുടെ ഭാര്യയായിട്ടുള്ള ഹെലനെ ഈ പാരീസ് കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാര്യം കണ്ട് ഹെക്ടർ ആകെ ഞെട്ടിപ്പോയിട്ട് പറയാണ്, പാരീസെ ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു യുദ്ധമാണ്. വെറുതെ അനാവശ്യമായിട്ട് വലിയൊരു യുദ്ധത്തെ നമ്മൾ വിളിച്ചു വരുത്തേണ്ട, ഒരുപാട് പേര് മരിക്കും, എങ്ങനെയെങ്കിലും ഇവളെ തിരിച്ച് കൊണ്ടാക്കണം. എന്നാൽ പാരീസ് പറയാണ്, ഹെലനെ തിരിച്ച് സ്പാർട്ടയിലേക്ക് ആക്കാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ കൂടെ ഞാനും പോകും. ഇപ്പൊ ഹെക്ടറിന് ഒരു കാര്യം മനസ്സിലായി, പാരീസിന് ഹെലനോടുള്ള ഒരു പ്രണയം തലക്ക് പിടിച്ചിട്ടുള്ളത്. ഹെലന്റെ കൂടെ പാരീസ് സ്പാർട്ടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മെനോലസ് അവന്റെ ആസനത്തിലൂടെ കുന്തം കുത്തി കയറ്റും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഹെക്ടർ പറയാണ്, യുദ്ധമെങ്കിൽ യുദ്ധം, നമ്മുടെ കപ്പൽ നേരെ ട്രോയിലേക്ക് തന്നെ പോട്ടെ എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ സ്പാർട്ടയിൽ അവിടുത്തെ രാജാവായ മെനോലസ് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്, ഹെലനെ കാണാനില്ല. ആ സമയത്താണ് അവിടുത്തെ ഒരു ജോലിക്കാരി വന്ന് പറയുന്നത്, ഇന്നലെ വന്ന പാരീസ് രാജകുമാരന്റെ കൂടെ ഹെലൻ പോയി എന്ന്. ദേഷ്യവും അതുപോലെ തന്നെ അപമാനവും സഹിക്കാൻ കഴിയാതെ മെനോലസ് നേരെ പോകുന്നത് അവന്റെ ചേട്ടനായിട്ടുള്ള അഗമെനോനെ കാണാനാണ്. ചേട്ടനോട് അയാളുടെ സങ്കടങ്ങൾ പറയാണ്, എന്നെ അപമാനിച്ചു, എന്റെ ഭാര്യ അവർ തട്ടിക്കൊണ്ടുപോയി, ചേട്ടൻ എന്നെ സഹായിക്കണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്ന് പറയാണ്. ഈ സമയത്ത് അഗമെനോൺ പറയുന്നുണ്ട്, ചേട്ടനായിട്ട് ഞാൻ ഉള്ളപ്പോ നിന്നെ ഒരാൾ അപമാനിക്കാനോ, നിന്റെ കൂടെ കട്ടക്ക് ഞാൻ ഉണ്ട് എന്ന് പറയാണ്. ഇതിനുശേഷം രാത്രിയിൽ അഗമെനോണെയും അയാളുടെ മന്ത്രിയും കാണിക്കുകയാണ്. ഇപ്പൊ അഗമെനോൺ മന്ത്രിയോട് പറയാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, ഒരു കാരണം കിട്ടാൻ വേണ്ടി. ട്രോയെ എനിക്ക് കീഴ്പ്പെടുത്തണം, എനിക്ക് ട്രോയ് വേണം. എന്നാൽ മന്ത്രി പറയാണ്, രാജാവേ അതത്ര എളുപ്പമല്ല, അവരുടെ കോട്ടമതിൽ ഇന്ന് വരെ അതാർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക്
വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ അക്കിലീസ് എന്തായാലും വേണം. എന്നാൽ അത് കേട്ടപ്പോൾ തന്നെ അഗമെനോൺ പറയാണ്, അക്കിലീസോ ഹേയ് അവനൊന്നും വേണ്ട, എനിക്ക് അവനോട് ഒരു താല്പര്യമില്ല, എനിക്ക് അവന്റെ കാല് പിടിക്കാനും വയ്യ. ഈ സമയത്ത് മന്ത്രി പറയാണ്, അതിന് രാജാവ് പോയി അവന്റെ കാല് പിടിക്കൊന്നും വേണ്ട, അതിന് വേറെ വഴിയുണ്ട് എന്ന് പറയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇത്താക്ക എന്ന ചെറിയൊരു നാട്ടുരാജ്യമാണ്. അവിടെയുള്ള രാജാവായിട്ടുള്ള ഒഡീസിയസിനെ കാണാനായിട്ട് അഗമെനോന്റെ 2 ദൂതന്മാർ വന്നിട്ടുണ്ട്. ഇതുപോലൊരു യുദ്ധം നടക്കാൻ പോവാണ്, നിങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് വരണം, കൂടെ അക്കിലീസിനെയും കൂടെ കൂട്ടണമെന്ന് ആ മെസ്സഞ്ചേഴ്സ് പറയാണ്. അധികം ഒന്നും ആലോചിക്കാതെ ഒഡീസിയസ് സമ്മതം മൂളുന്നുണ്ട്. കാരണം അഗമെനോൺ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ എന്തായാലും ഒഡീസിയസിന് കഴിയില്ല. ഇതിനുശേഷം കാണിക്കുന്നത് അക്കിലീസിനെയാണ്. അക്കിലീസും അവന്റെ അനിയനായിട്ടുള്ള പെട്രാക്ലസ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് വാൾപ്പയറ്റ് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കുറ്റിക്കാട്ടിൽ നിന്നും എന്തോ ഒരു അനക്കം. അത് കണ്ടപാടിന് അക്കിലീസ് ഒരു കുന്തെടുത്ത് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ ആരാണ്? ഒഡീസിയസും അയാളുടെ ആൾക്കാരുമായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ ഒഡീസിയസ് പറയാണ്, എന്റെ കണ്ണിന്റെ സൈഡിൽ കൂടി ആ കുന്തം പോയത്, ഇച്ചിരിയും കൂടെ മാറിയായിരുന്നെങ്കിൽ എന്റെ തല പൊളിഞ്ഞു പോയാനെ. എന്തായാലും എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ? രണ്ടുപേരും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. പിന്നീട് ഒഡീസിയസ് അക്കിലീസിനോട് കാര്യം പറയുന്നുണ്ട്. അപ്പൊ തന്നെ അക്കിലീസ് പറയാണ്, അവനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഒഡീസിയസ് പറയാണ്, അവന് വേണ്ടി വേണ്ട, നീ എന്റെ കീഴിൽ യുദ്ധം ചെയ്താൽ മതി. കാരണം ഈ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എനിക്കും നിനക്കും അതിന്റെ ബെനിഫിറ്റുകൾ ഉണ്ടാവും. ഈ ഒഡീസിയസും അക്കിലീസും നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒഡീസിയസ് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അക്കിലീസിന് അത് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ അക്കിലീസ് സമ്മതം മൂളുകയാണ്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ട്രോയിലേക്ക് അവനിക്ക് പുറപ്പെടണം. അപ്പൊ അതിനു മുന്നേ ആയിട്ട് അക്കിലീസ് അവന്റെ അമ്മയെ കാണാനായിട്ട് പോവാണ്. കടൽ തീരത്ത് ചിപ്പികൾ പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. അതാണ് അവന്റെ അമ്മ. അത്യാവശ്യം ജോത്സ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് അവന്റെ അമ്മ. ഭാവിയെക്കുറിച്ചൊക്കെ ചെറിയൊരു ധാരണയുണ്ട്. അങ്ങനെ ഞാൻ യുദ്ധത്തിന് പോകുക എന്നുള്ള കാര്യം അക്കിലീസ് അമ്മയോട് പറഞ്ഞപ്പോൾ അവന്റെ അമ്മ പറയാണ്, നിനക്ക് 2 സാധ്യതകളുണ്ട്. ഒന്നില്ലെങ്കിൽ യുദ്ധത്തിന് പോകാതെ ഇവിടെ തന്നെ നിൽക്കുക, നിനക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവും, ഇനിയും നിനക്ക് കുറെ കാലം ജീവിക്കാം. ഇനി രണ്ടാമത്തേത്, യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ലോകം മുഴുവനും നിന്റെ പേര് അറിയപ്പെടും, ഒരു യുദ്ധവീരനായിട്ട്. പക്ഷേ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഇതിലേത് വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാന്ന് പറയാണ്. എന്നാൽ അക്കിലീസ് ചൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യുദ്ധവീരനാകാൻ തന്നെ. അതുകൊണ്ട് തന്നെ അവൻ ആ യുദ്ധത്തിന് പോവാണ്. അങ്ങനെ അഗമെനോന്റെ കീഴിലുള്ള ഒരുപാട് നാട്ടുരാജ്യങ്ങളും അവരുടെ രാജാക്കന്മാരും അവരുടെ സൈന്യം എല്ലാം കൂടി ഒരു 1000-ന് മുകളിൽ വലിയ വലിയ കപ്പലുകൾ നേരെ ട്രോയെ ലക്ഷ്യമാക്കി പോവാണ്. ഇതേ സമയത്ത് തന്നെ ട്രോയിലേക്ക് ഹെക്ടറും പാരീസും വന്നിട്ടുണ്ട്. പാരീസിന്റെ കൂടെ തന്നെ അവൻ അടിച്ചു മാറ്റിയ ഹെലനും ഉണ്ട് കേട്ടാ. എന്തായാലും ഇവരെ നല്ല രീതിയിൽ തന്നെ അവരുടെ രാജാവായിട്ടുള്ള അവരുടെ അച്ഛനായിട്ടുള്ള പ്രിയാം സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഹെക്ടറിന്റെ അടുത്തേക്ക് അവന്റെ സ്നേഹനിധിയായിട്ടുള്ള ഭാര്യ ആൻഡ്രോമെക്കയും വരുന്നുണ്ട്. അവളുടെ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഹെക്ടറിനും പാരീസിനും ഒരു അനിയത്തി കൂടിയുണ്ട്. അവളുടെ പേര് ബ്രിസീസ് എന്നാണ്. ട്രോയിലെ തന്നെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെണ്ണാണ് ഈ ബ്രിസീസ്. എന്നാൽ അവൾ ദൈവവിളി കേട്ട് ദൈവത്തിന്റെ പാതയിൽ പോയിരിക്കുകയാണ്. അതായത് അവൾ ഒരു കന്യാസ്ത്രീയാണ്, ഒരു പുരോഹിതയാണ്. ബ്രിസീസും അങ്ങോട്ടേക്ക് വന്ന് ചേട്ടന്മാരെ സ്വീകരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ബ്രിയാമിനോട് ഹെക്ടർ പോയി കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛാ, ഇതുപോലൊരു വലിയ വിഷയം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു സമാധാന കരാറിനായിട്ട് നമ്മുടെ 2 ആൾക്കാരെ അങ്ങോട്ടേക്ക് അയച്ചാലോ? എന്നാൽ പ്രിയാം പറയാണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഹെലനെ തിരിച്ചയക്കേണ്ടി വരും. എന്നാൽ പ്രിയാമ് പറയാണ്, അത് വേണ്ട, പാരീസ് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി, അവനെ വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുപോലെ തന്നെ ഹെക്ടറെ, നീ പേടിക്കേണ്ട, നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റുമുള്ള ഈ വലിയ മതിലുകൾ അത് ആരെ കൊണ്ട് തകർക്കാൻ കഴിയില്ല, നമ്മുടെ ദൈവം നമ്മളെ കാത്തോളെന്ന് പറയാണ്. ഇതിനുശേഷം പാരീസിനെയും ഹെലനെയും കാണിക്കുന്നുണ്ട്. ഹെലനെ എന്താണെന്നറിയില്ല, ഇപ്പൊ ഭയങ്കര കുറ്റബോധം. അവള് കാരണം വലിയൊരു യുദ്ധം നടക്കാൻ പോവാണ്, ഒരുപാട് പേര് മരിച്ചു പോകും. അപ്പൊ ആ ഒരു കുറ്റബോധം കൊണ്ട് ഹെലൻ പറയാണ്, പാരീസെ നീ എന്നെ വിട്ടേക്ക്, ഞാൻ തിരിച്ചു പോയിക്കോളാം. അപ്പൊ പാരീസ് പറയണേ, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, നിന്റെ കെട്ടിയോൻ ആ മെനോലസ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും ഇനി നീ എനിക്കുള്ളതാണെന്ന്. എന്തായാലും നീ പേടിക്കേണ്ട, കൂടെ തന്നെ ഞാനുണ്ട് എന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെയായി. ട്രോയിലെ പടയാളികൾ കടൽ തീരത്ത് ഒരുപാട് കൂർത്ത കമ്പുകൾ വെക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന അഗമെനോന്റെ പടയാളികളെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു തീരത്ത് അപ്പോളോ ദേവന്റെ വലിയൊരു അമ്പലമുണ്ട്. അവിടെ വെച്ച് ചില പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ പുരോഹിതയാണ് ഹെക്ടറിന്റെ അനിയത്തിയായിട്ടുള്ള ബ്രിസീസ്. മാത്രമല്ല ഹെക്ടറും അവന്റെ പടയാളികളും ആയുധവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇതേ സമയം തന്നെ അപായമണി മുഴങ്ങുന്നുണ്ട്. അതായത് അഗമെനോന്റെ വലിയ കപ്പൽ കൂട്ടം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ആ കടൽ നിറയെ അയാളുടെ കപ്പലുകളായിരുന്നു. ഇതേ സമയത്തിന് അഗമെനോനെ കാണിക്കുന്നുണ്ട്. അയാളുടെ കൂടെ അനിയനായിട്ടുള്ള മെനോലസ് ഉണ്ട്. ഇവര് നോക്കുമ്പോൾ ഒരു കപ്പൽ മാത്രം മുന്നിൽ, വളരെ മുന്നിൽ പോവുകയാണ്. ഇപ്പൊ അഗമെനോൻ ചോദിക്കുകയാണ്, ഏതാണ് ആ പ്രാന്തൻ ഒറ്റയടിക്ക് പോയി അവരുടെ വായിലേക്ക് ചെന്ന് കയറി കൊടുക്കാൻ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, അക്കിലീസ് തന്നെയാണ്. ഓ, ആ പ്രാന്തനാണ്. ഇപ്പൊ അക്കിലീസിന്റെ ആ ഒരു ഷിപ്പ് കാണിക്കുന്നുണ്ട്. അക്കിലീസിന്റെ റൈറ്റ് ഹാൻഡ് വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ഇത്ര മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അത് കുറച്ച് അപകടമല്ലേ? ഇപ്പൊ അക്കിലീസ് പറയണം, ഞാൻ നിങ്ങളോട് പറയും, അത് അതുപോലെ തന്നെ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ലാന്ന്. അതുപോലെ തന്നെ അക്കിലീസിന്റെ അനിയനായിട്ടുള്ള പെട്രോക്ലസും അവിടെ ഉണ്ട്. അവനോട് അക്കിലീസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് നീ യുദ്ധം ചെയ്യാൻ വരണ്ട, തൽക്കാലം കപ്പൽ നോക്കി ഇവിടെ തന്നെ ഇരിക്കുക. എന്നാൽ അത് കേട്ട അക്കിലീസിന്റെ അനിയന് ഭയങ്കര ദേഷ്യം വരികയാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ, എന്നെ യുദ്ധത്തിനൊന്നും ഇറക്കില്ല. അങ്ങനെ അധികം വൈകാതെ അക്കിലീസിന്റെ കപ്പൽ നേരെ തീരത്തേക്ക് വന്നിറങ്ങുകയാണ്. അക്കിലീസും അവന്റെ ആൾക്കാരും തീരത്തിലേക്ക് ചാടി ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹെക്ടറിന്റെ പട്ടാളക്കാര് അവർക്ക് നേരെ അമ്പുകൾ ചെയ്യുന്നുണ്ട്. കുറച്ചുപേരൊക്കെ മരിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട ഈ അഗമെനോൻ ചിരിക്കാൻ തുടങ്ങുകയാണ്. ചെന്ന് ചത്തു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ.
മണ്ടൻ. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും നമ്മുടെ അഖിലീസും അവന്റെ ആളുകളും കൂടെ ഒരു പ്രത്യേക രീതിയിൽ ഷീൽഡെല്ലാം വെച്ച് എല്ലാവരെയും കവറപ്പ് ചെയ്യാണ്. എന്നിട്ട് പതിയെ പതിയെ അവർ മുന്നോട്ടേക്ക് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും അഖിലീസിന്റെ ഈ ധീരത കണ്ട് അവിടെ ഉണ്ടായിരുന്ന കപ്പലിലെ എല്ലാ പോരാളികളും ഒരേ സമയത്ത് വിളിച്ച് കൂക്കാൻ തുടങ്ങുകയാണ്, അഖിലീസ് അഖിലീസ് എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്ത് അഗമനോണിന് സത്യം പറഞ്ഞാൽ ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. കാരണം അയാൾക്ക് കിട്ടേണ്ട വിളിയാണ് അഖിലീസിന് കിട്ടേണ്ടത്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കപ്പലിലെ പടനായകൻ അജാക്സ് ഇയാൾക്കും ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പടയാളികളോട് വേഗം തുഴയാൻ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അഖിലീസിന്റെ പട്ടാളക്കാരും അഖിലീസും കൂടെ നേരെ അവിടെ ഉണ്ടായിരുന്ന അപ്പോളോയുടെ ആ ഒരു അമ്പലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെന്ന് അവിടെയുള്ള പട്ടാളക്കാരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഹെക്ടർ അവരെ സഹായിക്കാനായിട്ട് വലിയൊരു കുതിരപ്പടയെ തന്നെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അപ്പോഴേക്കും അജാക്സും അയാളുടെ പട്ടാളക്കാരും കൂടെ അവിടെ എത്തുകയാണ്. കണ്ടാൽ ബാഹുബലിയെ പോലെ തോന്നിക്കുന്ന ഇവന്റെ കയ്യിൽ വലിയൊരു ചുറ്റികയുണ്ട്. അത് വെച്ചാണ് ഇവൻ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നത്. അവന്റെ ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കില്ല. എന്നാൽ അഖിലീസ് ഉണ്ടല്ലോ അവനെ പോലെയല്ല, വേഗത അതുപോലെ തന്നെ ബുദ്ധി, ഇതാണ് മെയിൻ ആയിട്ട് അഖിലീസിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. എന്തായാലും അഖിലീസും അവന്റെ ആൾക്കാരും കൂടെ അവിടെ ഉണ്ടായിരുന്ന അപ്പോളോ ദേവന്റെ ആ ഒരു ക്ഷേത്രം അടിച്ച് പൊളിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹെക്ടറും അവന്റെ പടയാളികളും കുതിരപ്പുറത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അഖിലീസ് എന്താ ചെയ്തെന്ന് അറിയോ? ഒരു കുന്തെടുത്ത് ഒരേറ്റ ഏറാണ് ഒരുപാട് ദൂരത്തേക്ക് എറിയുന്നത്. അത് നേരെ ചെന്ന് ഹെക്ടറിന്റെ ഒരു പോരാളിയുടെ നെഞ്ചത്തേക്ക് തന്നെ തുളച്ച് കയറുന്നുണ്ട്. ഇതിനുശേഷം അഖിലീസും അവന്റെ പടയാളികളും നേരെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറുകയാണ്. അതിന്റെ പല ഭാഗത്തും ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതേ സമയം അങ്ങോട്ടേക്ക് എത്തിയ ഹെക്ടറും അവന്റെ പടയാളികളും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവരെ പെട്ടെന്ന് പിന്നിൽ നിന്നും ആക്രമിച്ച് അവരെ തോൽപ്പിക്കുകയാണ് അഖിലീസിന്റെ പടയാളികൾ. ഇപ്പൊ ഹെക്ടർ മാത്രമേ ഉള്ളൂ. ഹെക്ടറിനെ ഇപ്പൊ അഖിലീസിന്റെ പോരാളികൾ വളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അഖിലീസ് പറയാണ് അവനിപ്പോ ഒന്നും ചെയ്യേണ്ട, വിട്ടുകളഞ്ഞേക്ക്. ഈ സമയത്ത് ഹെക്ടർ അഖിലീസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണം ഇവിടെ വലിയൊരു യുദ്ധം നടക്കാൻ പോവാ, എത്ര പേരാ മരിക്കാൻ പോകുന്നതെന്ന് അറിയോ? ഈ സമയത്ത് അഖിലീസ് പറയുന്നുണ്ട്, ശരിക്കും ആരാടാ യുദ്ധം തുടങ്ങി വെച്ചത്? നിന്റെ അനിയനല്ലേ, തോന്നിവാസല്ലേ അവൻ കാണിച്ചത്? അതുകൊണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം നേർക്ക് നേരെ ഏറ്റുമുട്ടാം. ഇപ്പൊ തൽക്കാലം നീ പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് ഹെക്ടറിനെ അപമാനിച്ചുകൊണ്ട് തന്നെ അഖിലീസ് പറഞ്ഞയക്കുകയാണ്. എന്തായാലും അഖിലീസിന്റെ ഈ ഒരു വിജയം ഗ്രീസിലെ പോരാളികൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 10,000 വരുന്ന ആ ഒരു പോരാളികൾ അഖിലീസിന്റെ പേര് ഉറക്കനെ വിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട് കുശുമ്പ് പൊട്ടുകയാണ് അഗമനോണ്. ഇപ്പൊ അഖിലീസ് അവന്റെ കൂടാരത്തിലേക്ക് വരുന്ന സമയത്ത് അവൻക്കായിട്ട് ഒരു ഗിഫ്റ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരാൾ പറയണം. അഖിലീസ് നേരെ കൂടാരത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഹെക്ടറിന്റെ സഹോദരിയായിട്ടുള്ള ബ്രിസിസ് ആയിരുന്നു. അപ്പോളോ ദേവന്റെ ആ അമ്പലം തകർത്തപ്പോൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ബ്രിസിസിനെ അവരിങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവന്നതാണ്. എന്നാൽ ഉള്ളിലേക്ക് വന്ന് ബ്രിസിസിനെ കണ്ടപാടിന് അഖിലീസിന് ഒരു കാര്യം മനസ്സിലായി, അവൾ രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണെന്ന്. എന്തായാലും ഇതേ നേരം തന്നെ അഖിലീസിനെ അഗമനോൺ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് പറയാണ്. അപ്പൊ തന്നെ അഗമനോന്റെ ആ ഒരു സ്ഥലത്തേക്ക് അഖിലീസ് പോകുന്നുണ്ട്. അയാൾ വന്ന ആ ഒരു വലിയ കപ്പലുണ്ടല്ലോ അത് തന്നെ ആ തീരത്ത് ഒരു വലിയ ടെന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ നാട്ടുരാജ്യത്തെ ഒരുപാട് രാജാക്കന്മാരുണ്ട്. എല്ലാവരും അഗമനോനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തുടക്കം ഗംഭീരമായി. അധികം വൈകാതെ നമ്മൾ ട്രോയ് പിടിച്ചെടുക്കുന്നു പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ അഗമനോന് ഭയങ്കരമായിട്ട് ആവേശം കയറുന്നുണ്ട്. ഈ സമയത്താണ് അഖിലീസ് അങ്ങോട്ടേക്ക് വരുന്നത്. അഖിലീസിനെ കണ്ടപാടെ തന്നെ ബാക്കിയുള്ള എല്ലാവരോടും പുറത്തേക്ക് പോകാൻ അഗമനോൻ പറയാണ്. ആ കൂട്ടത്തിൽ ഒഡീസിയസ് ഉണ്ടായിരുന്നു. ഒഡീസിയസ് പോകുന്ന സമയത്ത് അഖിലീസിനോട് പറയുന്നുണ്ട്, അയാൾ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ആവശ്യമില്ലാതെ അപ്പൊ നീ ദേഷ്യം പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഒഡീസിയസും പുറത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ രാജാവായിട്ടുള്ള അഗമനോൻ വന്നിട്ട് അഖിലീസിനോട് പറയാണ്, എടുത്തു ചാടി നീ ഓരോന്ന് ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം എനിക്കാണ്. അതുപോലെ തന്നെ ഒരു യുദ്ധത്തിൽ നീ ജയിച്ചെന്ന് കരുതിയിട്ട് എന്നേക്കാൾ വലിയ ആളൊന്നുമല്ല നീ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നീ മാറ്റി വെച്ചേക്കെന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ അഖിലീസ് പറയണേ, ഞാൻ നിങ്ങളെക്കാൾ വലിയ ആളൊന്നുമല്ല, സമ്മതിച്ചിരിക്കുന്നു, ഞാൻ ഒരു സാധാരണ പോരാളി. അതങ്ങനെ തന്നെയാണെന്നും അഗമനോൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീ അതെനിക്ക് സ്വന്തമാണ്. ഇതും പറഞ്ഞ് ബ്രിസീസിനെ ഈ അഗമനോന്റെ ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട അഖിലീസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഞാൻ കീഴടക്കി ഒന്നിനെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആര് അധികാരം തന്നത്? മര്യാദക്ക് അവളെ വിടുന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ അഗമനോന്റെ പട്ടാളക്കാരും ആയുധം എടുക്കുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുമെന്ന് തോന്നിയപ്പോൾ ബ്രിസീസ് തന്നെ പറയണം, എന്റെ പേരിൽ നിങ്ങൾ യുദ്ധം ചെയ്യല്ലേ, ആയുധങ്ങളൊന്ന് താഴെ വെക്കെന്ന് പറയാണ്. എന്തായാലും അവളുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ അഖിലീസ് അവന്റെ വാള് താഴേക്ക് വെക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട അഗമനോൻ ആകെ ഞെട്ടിപ്പോവാണ്. ഞാൻ പറഞ്ഞാൽ വരെ കേൾക്കാത്ത നീ ഒരു പെണ്ണ് പറഞ്ഞപ്പോ കേട്ടോ, എന്തായാലും പൊയ്ക്കോ, ഇവളെ എനിക്കുള്ള ഞാൻ എന്ത് വേണമെങ്കിലും ഇവളെ ചെയ്യുന്നു പറയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ പാവം ബ്രിസീസ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ അഖിലീസ് പറയുന്നുണ്ട്, നിന്റെ ശവം കണ്ടിട്ടേ ഞാൻ പോവുള്ളൂടാ. പിന്നീട് വളരെ ദേഷ്യത്തിൽ അഖിലീസ് അവിടെ ഇറങ്ങി പോവാണ്. ഇതേ സമയത്ത് തന്നെ ട്രോയില് ഒരുപാട് യോദ്ധാക്കൾ മരിച്ചില്ലേ, അവരുടെ ശവസംസ്കാരം കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ ഭാര്യമാരും അമ്മമാരെയൊക്കെ ഭയങ്കരമായിട്ട് ഇരുന്ന് കരയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ ഇപ്പൊ രാജാവായിട്ടുള്ള ബ്രിയാമിനെയും ഹെക്ടറിനെയും അതുപോലെ തന്നെ പാരീസിനെയും കാണിക്കുന്നുണ്ട്. ചില മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട്, ഈ യുദ്ധം അത് ഒരാവശ്യവും ഇല്ലാത്തൊരു കാര്യമാണ്, എത്ര പേരാ മരിച്ചു വീഴുന്നത്,
നിങ്ങളുടെ മകൻ പാരീസ് കാണിച്ച ഒരു അബദ്ധത്തിന്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്, അവള് വിട്ടുകൊടുത്തേക്കെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പൊ പ്രിയാൻ പറയണത് അത് പറ്റില്ല, എന്റെ മകൻ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളെ വെറുതെ തിരിച്ചയക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, എന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ കോട്ടയുടെ മതിലുകൾ അത് കുറെ കാലമായിട്ട് ആരെക്കൊണ്ടും തകർക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല നമ്മുടെ ദൈവങ്ങൾ നമ്മളെ സംരക്ഷിച്ചോളും. അതുപോലെ തന്നെ ഓരോ ആൾക്കാർ അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ചില തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഈ സമയത്ത് പാരീസ് പറയാണ്, നിങ്ങൾ ആരും തർക്കിക്കേണ്ട, ഇത് തുടങ്ങി വെച്ചത് ഞാനല്ലേ, അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമില്ലാതെ നമുക്ക് ഇതിനെ തീർക്കാൻ നോക്കാം. ഹെലന്റെ ഭർത്താവായിട്ടുള്ള മെനോലസ് അയാളുമായിട്ട് നേരിട്ടൊരു പോരാട്ടം ഞാൻ നടത്താം, ആരാണോ ജയിക്കുന്നത് അവർക്ക് ഹെലനെ കൊണ്ടുപോകാം. ഈ കാര്യം അവരോട് സംസാരിച്ചേക്കെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ട്രോയുടെ ആ ഒരു വലിയ കോട്ടമതിലുണ്ടല്ലോ, അതിന്റെ മുന്നിൽ ഒരുപാട് ട്രോയിലെ പോരാളികളും ഹെക്ടറും പാരീസും വന്ന് നിൽക്കുകയാണ്. കുറച്ചുനേരം അവർ കാത്തു നിന്നിട്ടും അങ്ങോട്ടേക്ക് ഈ അഗമനോന്റെ ആൾക്കാർ ആരും എത്തിയിട്ടില്ല. ഇതേ സമയത്തിന് അക്കിലീസിനെ കാണിക്കുകയാണ്. അവൻ നല്ല വാശിയിലാണ്. അഗമനോൺ ഇങ്ങോട്ടേക്ക് വന്ന് എന്നോട് നേരിട്ട് സംസാരിച്ചാലല്ലാതെ ഞാൻ യുദ്ധത്തിന് വരില്ല എന്ന വാശിയിലാണ്. അവനും പോകുന്നില്ല, അവന്റെ ആളുകളും പോകുന്നില്ല. ഇപ്പോ യുദ്ധം നടക്കുന്ന ആ സ്ഥലം കാണിക്കുകയാണ്, അതായത് കോട്ടയുടെ മുൻഭാഗത്ത്. കുറെ നേരമായിട്ടും അഗമനോന്റെ പടയാളികൾ ആരും എത്തിയിട്ടില്ല. അവർ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ഭൂമിയെ കുലുക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാകുന്നത്. നോക്കുമ്പോ എന്താ, 10,000 വരുന്ന അഗമനോന്റെ ആ ഒരു പടയാളികൾ ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരത്ത് പോയി അവർ നിൽക്കുന്നുണ്ട്. പിന്നീട് മുന്നോട്ടേക്ക് അഗമനോണും അതുപോലെ തന്നെ മെനോലസും വരുന്നുണ്ട്. അവരോട് സംസാരിക്കാൻ ഹെക്ടറും പാരീസും വരികയാണ്. വന്ന പാടിന് ഹെക്ടർ പറയണം, നമുക്ക് ഒരു യുദ്ധം ഒഴിവാക്കാം, പകരം പാരീസും അതുപോലെ തന്നെ മെനോലസും ഏറ്റുമുട്ടട്ടെ, ജയിക്കുന്ന ആൾക്ക് ഹെലനെ കൊണ്ടുപോകാന്ന് പറയാണ്. അതിനിപ്പോ അഗമനോണും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ പാരീസും അതുപോലെ തന്നെ ഹെലന്റെ ഭർത്താവായിട്ടുള്ള മെനോലസും രണ്ടുപേരും നേർക്ക് നേരെ യുദ്ധം ചെയ്യാൻ പോവാണ്. പോകുന്നതിന് മുന്നേ പാരീസിനോട് ഹെക്ടർ ചില വിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യുദ്ധം ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ചെയ്യണം, അതുപോലെ തന്നെ അവനെ നന്നായിട്ട് തളർത്തിയതിനു ശേഷം മാത്രം അവനെ അറ്റാക്ക് ചെയ്താൽ മതി. എല്ലാം കേട്ട് തലയാട്ടി പാരീസ് ഇപ്പൊ നേരെ മെനോലസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. രണ്ടുപേരും നേർക്ക് നേരെ ഏറ്റുമുട്ടുകയാണ്. ഉള്ളത് പറയാലോ, പാരീസിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവനെ അടിച്ചിടുകയാണ് മെനോലസ്. ഫൈറ്റ് ചെയ്ത് അവസാനം പാരീസ് തളർന്നു പോയിട്ടുണ്ട്. മെനോലസിന് നേരെ ഒന്ന് വാള് വീശാൻ പോലും അവന് കഴിയുന്നില്ല. അതുപോലെ തന്നെ മെനോലസ് അവന്റെ തുടക്കം നോക്കി ഒരൊറ്റ വെട്ടുകൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ പാരീസ് ആകെ പേടിച്ചുപോയി. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ യുദ്ധവീര്യം മുഴുവനായിട്ടും പോയി. മരണഭയം വന്നു. അവൻ ഇഴഞ്ഞിഴഞ്ഞ് അവന്റെ ചേട്ടൻ ഹെക്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. ചേട്ടന്റെ കാല് പിടിച്ച് രക്ഷിക്കണം എന്ന് പറയാണ്. എന്നാൽ ഹെക്ടർ പറയുന്നുണ്ട്, എടാ അപമാനിക്കാതെ പോയി അയാളോട് ഫൈറ്റ് ചെയ്യ്, യുദ്ധത്തിൽ മരിച്ചാലും കുഴപ്പമില്ലടാന്ന് പറയാണ്. എന്നാൽ പേടിച്ചു പോയ പാരീസ് മരണഭയം കൊണ്ട് ചേട്ടനോട് അപേക്ഷിക്കുകയാണ്. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് വന്ന മെനോലസ് ഹെക്ടറിനോട് പാരീസിനെ വിട്ടുതരാൻ പറയാം. ഇതും പറഞ്ഞു വാളെടുത്ത് പാരീസിന് നേരെ ഈ മെനോലസ് ചെന്നപ്പോ അനിയനോടുള്ള സ്നേഹം കാരണം ഹെക്ടർ യുദ്ധ നിയമങ്ങൾ മറക്കുകയാണ്. മാത്രമല്ല ഒരു വാളെടുത്ത് മെനോലസിന്റെ നെഞ്ചിലേക്ക് കുത്തിക്കയറ്റുകയാണ്. അയാൾ അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ഇത് കണ്ട അഗമനോൺ ആകെ ഷോക്കായി പോവാണ്. ഭ്രാന്ത് പിടിക്കാൻ അയാൾക്ക്. അപ്പൊ തന്നെ ഇയാളുടെ പടയാളികളോട് കയറി അടിക്കാൻ പറയുന്നുണ്ട്. 10,000 വരുന്ന ആ പടയാളികൾ ഇപ്പോ ട്രോയുടെ സൈന്യത്തിന് നേരെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ട്രോയുടെ പടയാളികൾ അവർക്ക് നേരെ അമ്പെയ്യുന്നുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അഗമനോന്റെ പടയാളികൾ ഇതുപോലെ മുന്നോട്ടേക്ക് പോയത് കൊണ്ട് തന്നെ അമ്പേറ്റ് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ദൂരെ നിന്നും അക്കിലീസ് ഇതെല്ലാം കാണുന്നുണ്ട്. വിഡിത്തം കാണിച്ച് കുറെ ആളുകൾ ഇന്നും മരിക്കുമെന്ന് അക്കിലീസ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ യുദ്ധമുഖത്തിൽ വെച്ച് ഒഡീസിയസ് പറയുന്നുണ്ട്, ആരും മുന്നോട്ടേക്ക് പോകരുത്, ഇത് വലിയ ആപത്താണ്. എന്നാൽ അത് കേൾക്കാതെ കുറെ പട്ടാളക്കാർ മുന്നോട്ടേക്ക് പോവാണ്. കാരണം അവിടെയുള്ള കുറെ അധികം നാട്ടുരാജാക്കന്മാരിൽ ഒരാൾ മാത്രമാണ് ഒഡീസിയസ്. ഒഡീസ് പറയുന്നത് എല്ലാവരും കേൾക്കണമെന്നില്ലല്ലോ. അയാളുടെ പട്ടാളക്കാർ മാത്രമല്ലേ അയാൾ പറയുന്നത് കേൾക്കുള്ളൂ. എന്തായാലും ഗ്രീക്കിലെ ബാക്കിയുള്ള പടയാളികൾ ട്രോയുടെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഭീകരമായ വലിയ യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിലെ ആ വലിയ മനുഷ്യനുണ്ടല്ലോ അജാക്സ്, അവനവന്റെ ആ ഒരു വലിയ ചുറ്റി കൊണ്ട് ഒരുപാട് പേരെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട് ഹെക്ടർ നേരെ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹെക്ടറിനെയും അജാക്സ് അടിച്ച് തെറിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ അക്കിലീസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഹെക്ടർ. അവന്റെ ഭീകരമായ ശരീരമല്ല അവന്റെ ബലം എന്ന് പറയുന്നത്, അവന്റെ വേഗതയും അതുപോലെ തന്നെ യുദ്ധത്തിലുള്ള ആ അറിവുമാണ്. തന്ത്രപരമായിട്ട് തന്നെ ഹെക്ടർ ഇപ്പോൾ ഈ അജാക്സിനെ തോപ്പിച്ച് അവന്റെ വയറ്റത്തേക്ക് തന്നെ വാള് കുത്തി കയറ്റി അവനെ കൊന്നുകളയുന്നുണ്ട്. എന്നാൽ അജാക്സ് മരണപ്പെട്ട സമയത്ത് ഗ്രീക്കിലെ പടയാളികൾ ഒന്ന് പതറിപ്പോവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിരിഞ്ഞോടുകയാണ്. കൂട്ടത്തിൽ അവരുടെ രാജാവായിട്ടുള്ള അഗമനോണും ഉണ്ട്. ഇപ്പൊ തടിയെടുത്തില്ലെങ്കിൽ എല്ലാവരുടെയും കാറ്റ് പോകുന്ന അവർക്ക് മനസ്സിലായി. ഇത് തന്നെയല്ലേ നേരത്തെ ഒഡീസിയസും പറഞ്ഞത്, തിരിച്ചുപോ എന്ന്. എന്തായാലും തിരിച്ചോടുന്ന ഈ ഗ്രീക്കിലെ പോരാളികളുടെ പിന്നാലെ തന്നെ ട്രോയികളും വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ ഗ്രീക്കിലെ പടയാളികൾ വേറെ കുറച്ച് പേര് അമ്പും വില്ലുമായിട്ട് മറ്റൊരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ട്രോയികൾ ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ അമ്പ് ചെയ്ത് വീഴ്ത്താനായിട്ട്. എന്നാൽ ബുദ്ധിശാലിയായിട്ടുള്ള ഹെക്ടർ അത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് എത്തിയപ്പോൾ ട്രോയികളോട് നിൽക്കാൻ പറയാണ്. എല്ലാവരോടും തിരിച്ചു പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ യുദ്ധത്തിൽ ട്രോയികൾ വിജയിച്ചിരിക്കുകയാണ്. അഗമനോണും അയാളുടെ പടയാളികൾക്കും ശക്തമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്തായാലും ട്രോയ് ഈ യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ട് തന്നെ ട്രോയ് രാജാവായ പ്രിയാമിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായി. രണ്ട് ഭാഗത്തെയും മരിച്ചുപോയ പട്ടാളക്കാരെ യുദ്ധഭാഗത്തേക്ക് വന്ന് എല്ലാവരും തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എത്ര പേരാ മരിച്ചിരിക്കുന്നതല്ലേ. ഒരു കഴപ്പന്റെ കഴപ്പ് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയ ഒരു ക്യാരക്ടർ അത് പാരീസ്
പാരീസ് ആണ്. നിങ്ങൾക്കോ? എന്തായാലും ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ അഗമനോന്റെ ക്യാമ്പിൽ കാണിക്കുകയാണ്. ഒരുപാട് പേര് മരിച്ചല്ലോ അവരുടെ ഭാഗത്തുനിന്ന്. പ്രധാനമായിട്ടും അഗമനോന്റെ അനിയനായിട്ടുള്ള മെനോലസ്, അതുപോലെ തന്നെ അയാളുടെ പ്രധാനിയായിട്ടുള്ള പോരാളിയായിട്ടുള്ള അച്ചാക്സ്. സോ ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സങ്കടവും ദേഷ്യവും വൈരാഗ്യവും അഗമനോണ്ടുണ്ട്. യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ട്രോയ് നഗരത്തെ മുഴുവനായിട്ടും ചുട്ടരിക്കുമെന്ന് അയാൾ ശപഥം ചെയ്യാണ്. എന്നാൽ ഈ സമയത്ത് അഖിലീസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒഡീസിയസും അതുപോലെ തന്നെ രാജഗുരു ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ പോരാളികൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അവരുടെ യുദ്ധവീര്യം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും തിരിച്ചു പോകണമെന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അഖിലീസ് അവനും അവന്റെ ആൾക്കാരും കൂടെ യുദ്ധത്തിലിറങ്ങണം. എന്നാൽ അഗമനോൺ പറയാണ് അവനോട് പോയി സംസാരിക്കാനും അവന്റെ കാല് പിടിക്കാനും എന്നെ കിട്ടില്ല. ഇപ്പോൾ ഒഡീസിയസ് പറയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. പക്ഷെ അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ പെണ്ണുണ്ടല്ലോ ബ്രിസിസ്, അവൾ എനിക്ക് കൂടെ കൂട്ടണം, എന്നാലേ എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയുള്ളൂ. ഈ സമയത്ത് അഗമനോൺ പറയാണ് അത് പിന്നെ ആ പെണ്ണിന് ഞാൻ പട്ടാളക്കാർക്ക് ഇട്ടുകൊടുത്തു. ഇന്നത്തെ യുദ്ധത്തിൽ തോറ്റത് കൊണ്ട് തന്നെ അവരാകെ ടെൻഷനിലാണ്. അപ്പൊ അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒഡീസിയസ് പറയാണ് എന്റെ രാജാവെ നിങ്ങൾ കാണിച്ചത് ഒരു അബദ്ധമായി പോയല്ലോ. ഇതേ സമയത്ത് തന്നെ ബ്രിസിസിനെ കാണിയാണ്. പട്ടാളക്കാർ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അഖിലീസ് വരുന്നുണ്ട്. ബ്രിസിസിനെ ഉപദ്രവിച്ച എല്ലാത്തിനെയും അവൻ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് അവളെ കോരിയെടുത്ത് അവന്റെ ടെന്റിലേക്ക് കൊണ്ടുപോവാണ്. മാത്രമല്ല അവൾക്കൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിനക്ക് ഒരു കുഴപ്പവും പറ്റില്ല, ഇനി നീ പേടിക്കേണ്ടെന്ന് പറയാണ്. അധികം വൈകാതെ രണ്ടുപേരും പ്രണയത്തിലാവുന്നുണ്ട്. ആ രാത്രിയിൽ തന്നെ എല്ലാ കാര്യവും നടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. ഈ അഖിലീസിനെ കാണാനായിട്ട് ഒഡീസിയസ് വന്നിട്ടുണ്ട്. ഒഡീസിയസ് പറയാണ് നീ വരണം, യുദ്ധം ചെയ്യണം, എന്നാൽ മാത്രമേ പട്ടാളക്കാർക്ക് ആ പഴയ യുദ്ധവീര്യം വരുള്ളൂ. എന്നാൽ ഇത് കേട്ടപാടിന് അഖിലീസ് പറയണം പറ്റില്ല, അയാളുടെ കീഴിൽ യുദ്ധം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, നെറിയില്ലാത്തവനാണ് അയാൾ. എന്നാൽ അഖിലീസിന്റെ അനിയനുണ്ടല്ലോ പെട്രോഗ്ലസ്, അവൻ പറയുന്നുണ്ട് ചേട്ടാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, നമ്മൾ ഇവിടുന്ന് ഇപ്പൊ തിരിച്ചു പോയാൽ അത് വലിയൊരു നാണക്കേടായിരിക്കും. എന്നാൽ അഖിലീസ് പറയുന്നുണ്ട് ഞാനാണ് മൂത്തത്, ഞാൻ പറയുന്നത് നീ തൽക്കാലം കേട്ടാൽ മതി, നമ്മൾ എന്തായാലും തിരിച്ചു പോകുന്നു പറയണം. ഇതിനുശേഷം ട്രോയ് കാണിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ജോത്സ്യനും ബാക്കിയുള്ള എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. ജോത്സ്യം പറയാണ് നല്ല ശുഭസൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളാണ് ഇപ്പൊ മുന്നിൽ. അപ്പൊ തിരിച്ചൊരു ആക്രമണം എത്രയും പെട്ടെന്ന് നടത്തിയാൽ നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയുന്നു പറയാണ്. എന്നാൽ ബുദ്ധിമാനായ ഹെക്ടർ പറയാണ് ഇന്നത്തെ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചത് അത് വെറും ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അഖിലീസ് അവനും അവന്റെ പടയാളികളും ഇന്ന് വന്നിട്ടില്ല, അതിനർത്ഥം അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല നമ്മളുടെ ഭാഗം ശക്തമായതുകൊണ്ടൊന്നുമല്ല നമ്മൾ ഇന്ന് ജയിച്ചത്, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയാണ്. എന്നാൽ രാജാവായിട്ടുള്ള പ്രിയാം ഹെക്ടറിന്റെ ഈ വാക്കുകൾ കേട്ടില്ല. ജോത്സ്യൻ പറയുന്നത് കേൾക്കാണ്, നല്ല സൂചനയാണ്, നമ്മൾ എന്തായാലും അർദ്ധരാത്രിയിൽ അവർക്ക് നേരെ ഒരു അറ്റാക്ക് നടത്തണം എന്ന് പറയാം. ഇതേ സമയം തന്നെ അഖിലീസിനെ നോക്കുകയാണെങ്കിൽ അവനും അവന്റെ ആൾക്കാരും തിരിച്ചു പോകണം എന്ന തീരുമാനത്തിൽ തന്നെയാണ്. മാത്രമല്ല പോകുന്ന സമയത്ത് ബ്രിസീസിനോടും കൂടെ വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അർദ്ധരാത്രിയായി. അഗമനോന്റെ ആ പടയാളികൾ ടെന്റടിച്ച സ്ഥലം കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് വലിയ വലിയ തീഗോളങ്ങൾ ഉരുണ്ടു വരുന്നുണ്ട്. അത് അങ്ങോട്ടേക്ക് ഇട്ടത് മറ്റാരുമല്ല, ട്രോയുടെ പട്ടാളക്കാരായിരുന്നു. പെട്ടെന്നുള്ള ഒരു ആക്രമണം ആയതുകൊണ്ട് തന്നെ ഗ്രീക്കിലെ പോരാളികൾ, അതായത് അഗമനോന്റെ പട്ടാളക്കാരാകെ പേടിച്ചു പോവാണ്. അവർ ഞെട്ടി. മാത്രമല്ല വേഗം തന്നെ ട്രോയുടെ പട്ടാളക്കാർ അവർക്കെതിരെ ഒരു ആക്രമണം അഴിച്ചു വിടുകയാണ് കേട്ടോ. പിന്നീട് വലിയൊരു യുദ്ധം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ആ യുദ്ധം കുറച്ചു നേരം മുന്നോട്ടേക്ക് നീണ്ടുപോവാണ്. ഇപ്പൊ നേരം ചെറുതായിട്ട് വെളുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അഖിലീസും അവന്റെ ആളുകളും അങ്ങോട്ടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഹെക്ടറും അവന്റെ ആളുകളും ഉണ്ട്. എന്തായാലും ഹെക്ടറും അഖിലീസും യുദ്ധമുഖത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ടുപേരും നേർക്ക് നേരെ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാർ വട്ടത്തിൽ നിൽക്കുകയാണ്. അതിന്റെ നടുവിൽ ഇപ്പൊ അഖിലീസും ഉണ്ട്, അതുപോലെ തന്നെ ഹെക്ടറും ഉണ്ട്. രണ്ടുപേരും തമ്മിൽ വാൾപ്പയറ്റ് നടക്കുകയാണ്. എന്നാൽ അധികം വൈകാതെ ഹെക്ടർ ആ വീരൻ അഖിലീസിന്റെ കഴുത്ത് വെട്ടി കൊന്നുകളയാണ്. വെട്ടേറ്റ അഖിലീസ് താഴെ വീണ സമയത്ത് ഇത് കണ്ട ഒഡീസിയസ് വരെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് അവർ അഖിലീസിന്റെ ആ ഒരു ഹെൽമെറ്റ് മാറ്റിയപ്പോഴാണ് ഒരു കാര്യം കണ്ട് ഞെട്ടുന്നത്. അത് അഖിലീസ് ആയിരുന്നില്ല, അവന്റെ ചെറിയ അനിയനായിട്ടുള്ള പെട്രോക്ലസ് ആയിരുന്നു. ഇത് കണ്ട ഹെക്ടറും ആകെ വിഷമത്തിലാവുകയാണ്. ഒരു ചെറിയ പയ്യനെയാണല്ലോ ഞാൻ കൊന്നത് എന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും ആകെ ഒന്ന് പതറിപ്പോയി. ഇതേ സമയത്ത് തന്നെ ഒഡീസിയസ് പറയുന്നുണ്ട് ഇനി എന്തായാലും ഇന്ന് യുദ്ധം വേണ്ട, എല്ലാവരും തിരിച്ചു പോയിക്കോന്ന് പറയാം. എന്നാൽ ഈ കാര്യമൊന്നും നമ്മുടെ അഖിലീസ് അറിഞ്ഞിട്ടില്ല കേട്ടോ. അവന്റെ അനിയന്റെ മൃതദേഹവുമായിട്ട് അഖിലീസിന്റെ റൈറ്റ് ഹാൻഡും അവന്റെ ആളുകളും കൂടെ നേരെ അവന്റെ ടെന്റിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ അഖിലീസ് ചോദിക്കുകയാണ് നിങ്ങൾ എന്നോട് ചോദിക്കാതെ യുദ്ധത്തിന് പോയല്ലേ? ഈ സമയത്ത് അവന്റെ റൈറ്റ് ഹാൻഡ് പറയാണ് നിങ്ങളുടെ ഹെൽമെറ്റ് അതുപോലെ തന്നെ വസ്ത്രം ഇട്ട് നിങ്ങളുടെ അനിയൻ ഞങ്ങളുടെ കൂടെ വന്നു, ഞങ്ങൾ വിചാരിച്ചു അത് നീയാണെന്ന്. ഓ എന്റെ അനിയൻ പെട്രോക്ലസ് അവൻ വന്നു അല്ലേ? ആ അവനെവിടെ? യുദ്ധം എന്തായി, നിങ്ങൾ വിജയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം അയാൾ അത് പറയാണ് നിങ്ങളുടെ അനിയൻ യുദ്ധത്തിൽ മരിച്ചുപോയി, ഹെക്ടർ ആണ് അവനെ കൊന്നത്. ഇത് കേട്ട അഖിലീസ് ആകെ ഞെട്ടിപ്പോവാണ്. ദേഷ്യം കൊണ്ട് അത് പറഞ്ഞവനെ തന്നെ ചവിട്ടി വീഴ്ത്തിയിട്ട് അഖിലീസ് പറയാണ് ഹെക്ടറിന്റെ തല അറുക്കാതെ ഞാൻ ഇനി ഈ ട്രോയ് വിട്ടു പോകില്ല എന്ന്. യുദ്ധമെല്ലാം മതിയാക്കി സ്വന്തം രാജ്യത്തിലേക്ക് പോകാൻ നിൽക്കുന്ന അഖിലീസ് അവൻ ഇപ്പൊ ഒരു ശബ്ദം ചെയ്തിരിക്കുകയാണ്, ട്രോയിലെ രാജകുമാരനായിട്ടുള്ള ഹെക്ടറിനെ കൊല്ലാതെ ഇവിടുന്ന് പോകില്ല എന്ന്. അങ്ങനെ ആ ദിവസം രാത്രിയായി. ഇപ്പോ ട്രോയിലെ രാജകുമാരൻ ഹെക്ടറെ കാണിക്കുന്നുണ്ട്
പോകുന്നുണ്ട്. അവന്റെ കൂടെ തന്നെ അവന്റെ ഭാര്യയായിട്ടുള്ള ആൻഡ്രോമെക്കയുണ്ട്. ഇവര് ട്രോയിലെ കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്തേക്ക് പോവാണ്. അധികം ആർക്കും അറിയാത്ത ഒരു വഴി ഹെക്ടർ ഇപ്പോൾ അവന്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അഥവാ എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ രഹസ്യ വഴിയിലൂടെ നീ പോകണം. ഈ ടണലിലൂടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തൊരു മലയുണ്ട്. നിനക്ക് പറ്റാവുന്ന അത്ര ആളെ കൂട്ടി നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആൻഡ്രോമെക്ക അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അഖിലീസിനെ കാണിക്കണം. അവനിപ്പോ രണ്ടും കൽപ്പിച്ചാണ്. പടച്ചട്ട അണിയുന്നുണ്ട്. അവന് പറ്റിയ ആയുധങ്ങൾ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു തേരുമായിട്ട് നേരെ പോകുന്നത് ട്രോയുടെ കോട്ടവതിലിന്റെ മുന്നിലേക്കാണ്. അഖിലീസ് നേർക്ക് നേരെ ഒരു പോരാട്ടത്തിന് വരുമെന്ന് ഹെക്ടറിന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെക്ടറും തയ്യാറാവുകയാണ് അഖിലീസുമായിട്ട് യുദ്ധം ചെയ്യാൻ തന്നെ. പോകുന്നതിന് മുന്നേ അച്ഛനോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയായിട്ടുള്ള ആൻഡ്രോമെക്കയോടും സംസാരിച്ചിട്ടാണ് ഹെക്ടർ പോകുന്നത്. കാരണം അവൻ ഉറപ്പാണ് ഈ അഖിലീസിനോട് യുദ്ധം ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ അവസാനം പടച്ചട്ടയെല്ലാം അണിഞ്ഞുകൊണ്ട് ഹെക്ടറും ആയുധവുമായിട്ട് ട്രോയുടെ കോട്ടവാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. വന്ന വാർഡിനെ ഹെക്ടർ അഖിലീസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു ഇന്നലെ വന്നത് നിന്റെ ബ്രദർ ആയിരുന്നു എന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ കൊല്ലില്ലായിരുന്നു. എന്നാൽ ഭയങ്കര കലിപ്പിലായിരുന്നു അഖിലീസ് പറയാണ്, എനിക്കൊന്നും കേൾക്കണ്ട. ഇന്ന് ഈ യുദ്ധം കഴിയുമ്പോൾ നിന്റെ ശവമായിരിക്കും ഇവിടെ വീഴുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലും വാശിയിലും ഹെക്ടർക്ക് നേരെ അഖിലീസ് പാഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ആ രണ്ട് യോദ്ധാക്കളും നേർക്ക് നേരെ ഏറ്റുമുട്ടുകയാണ്. അഖിലീസ് നല്ലൊരു യോദ്ധാവാണെങ്കിൽ ഹെക്ടർ ഒട്ടും കുറഞ്ഞ ആളല്ല കേട്ടോ. അവനും നല്ലൊരു യോദ്ധാവാണ്. രണ്ടുപേരും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പോരാട്ടം നേരിട്ട് കാണാൻ ഹെക്ടറിന്റെ ഭാര്യ ആൻഡ്രോമെക്കയ്ക്ക് കഴിയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ആ പോരാട്ടം കാണുന്ന ഹെക്ടറിന്റെ അച്ഛൻ രാജാവായിട്ടുള്ള പ്രിയാമിന്റെ നെഞ്ചും പെട്ടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഹെക്ടർ അഖിലീസിന്റെ നെഞ്ചത്തേക്ക് തന്നെ ഒരു വെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നല്ലൊരു പടച്ചട്ട ആയതുകൊണ്ട് തന്നെ അഖിലീസിന് പരിക്കേൽക്കുന്നൊന്നുമില്ല. വീണ്ടും രണ്ടുപേരും തമ്മിൽ യുദ്ധം തുടങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ ഹെക്ടറിനെ പതിയെ അഖിലീസ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലീസിന്റെ ആ ഒരു വേഗത്തിന്റെ കൂടെ ഹെക്ടർക്ക് എത്താൻ കഴിയുന്നില്ല. അതേ നേരത്താണ് ഹെക്ടറിന്റെ കാല് ഒരു കല്ലിൽ പോയി അടിക്കുന്നത്. അവൻ തെന്നി താഴേക്ക് വീഴുന്നുണ്ട്. ഇതിനുശേഷം ഹെക്ടർക്ക് തീരെ യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം ഒരു പൊട്ടിയ കുന്തം എടുത്ത് തടുക്കാൻ കഴിയാത്ത അത്രയും വേഗത്തിൽ അഖിലീസ് ഹെക്ടറിന്റെ ഷോൾഡറിലേക്ക് ആ ഒരു കുന്തം തുളച്ച് കയറ്റുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അധികം വൈകാതെ ഹെക്ടറിനെ അഖിലീസ് കുത്തി കൊന്നു കളയുന്നുണ്ട്. എന്നിട്ടൊരു രാജകുമാരനാണ് എന്ന് പോലും നോക്കാതെ അവന്റെ കാല് ഒരു കയറിൽ കെട്ടി പിന്നീട് ആ കയറ് ഒരു തേരിൽ കെട്ടി അവൻ ആ സ്ഥലത്തൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോവാണ്. ഇത് കണ്ട സമയത്ത് ആൻഡ്രോമെക്ക തകർന്നു വീഴുന്നുണ്ട്. അതുപോലെ തന്നെ രാജാവായിട്ടുള്ള പ്രിയാം ഹെക്ടറിന്റെ അച്ഛനാണ്. ആ വൃദ്ധനും തളർന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ അഖിലീസ് ഹെക്ടറിന്റെ മൃതദേഹം അവരുടെ ക്യാമ്പിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി അവിടെ ഇടുകയാണ്. പിന്നീട് അഖിലീസ് ആ ടെന്റിലേക്ക് വന്നപ്പോൾ അവിടെ തന്നെ ബ്രിസിസ് ഉണ്ടായിരുന്നു. ബ്രിസിസ് ഇപ്പൊ അഖിലീസിനെ ജീവനോടെ കണ്ട സമയത്ത് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങുകയാണ്. കാരണം അവൾക്ക് മനസ്സിലായി അവളുടെ ചേട്ടൻ യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു, ഹെക്ടർ മരിച്ചിരിക്കുന്നു. ആ സങ്കടം കാരണം അവൾ കുറേ നേരം അങ്ങനെ കരഞ്ഞു. അങ്ങനെ രാത്രിയായ സമയത്ത് അഖിലീസിന്റെ ആ ഒരു ടെന്റിലേക്ക് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ വരികയാണ്. അയാൾ വന്ന പാടിനെ അഖിലീസിന്റെ കൈ പിടിച്ച് ചുംബിക്കുകയാണ്. പിന്നീട് അയാളുടെ ആ ഒരു തലയിലെ കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ അയാളെ കണ്ട് അഖിലീസ് വരെ ഞെട്ടിപ്പോണ്. അത് മറ്റാരുമല്ല, ട്രോയുടെ രാജാവായിട്ടുള്ള പ്രിയാമായിരുന്നു. തകർന്ന മനസ്സുമായിട്ട് വന്ന ആ ഒരു വൃദ്ധനിപ്പോ അഖിലീസിനോട് വളരെ അപേക്ഷിക്കുകയാണ്. ലോകത്തിൽ ഒരു അച്ഛനും തന്റെ മകനെ കൊന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ചുംബിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, എന്റെ മകന്റെ മൃതദേഹം വിട്ടുതരണം. ഞങ്ങളുടേതായ രീതിയിൽ അവന്റെ മൃതദേഹത്തിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തീർക്കണം. എന്നാൽ മാത്രമേ എന്റെ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. ആ വൃദ്ധൻ അങ്ങനെ കരഞ്ഞു പറഞ്ഞ സമയത്ത് അഖിലീസിന്റെ മനസ്സിളകുകയാണ്. അവന്റെ ദേഷ്യമെല്ലാം കുറച്ച് കുറയുകയാണ്. അങ്ങനെ രാജാവായിട്ടുള്ള പ്രിയാമിന് അവൻ വാക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ മകന്റെ മൃതദേഹം നിങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കും. വളരെ സേഫ് ആയിട്ട് തന്നെ ഇവിടുന്ന് അത് കൊണ്ടുപോകാം. മാത്രമല്ല നിങ്ങളുടെ ചടങ്ങ് ഏകദേശം 10-12 ദിവസം ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ആ ദിവസങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് ഒരു ഗ്രീക്ക് പോരാളിയും വരില്ല. അതെന്റെ വാക്കാണെന്ന് പറയാണ്. പിന്നീട് അഖിലീസിനോട് നന്ദി പറഞ്ഞ് രാജാവായിട്ടുള്ള പ്രിയാം അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബ്രിസിസ് വരികയാണ്. ബ്രിസിസിനെ കണ്ട സമയത്ത് പ്രിയാം ഞെട്ടിപ്പോവാണ്. മോളെ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഇതേ നേരം തന്നെ ബ്രിസിസിനോട് നമ്മുടെ അഖിലീസ് പറയാണ്, നീ എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, അച്ഛന്റെ കൂടെ പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രിയാമിന്റെ കൂടെ ബ്രിസിസിനെയും പറഞ്ഞയക്കാണ് അഖിലീസ്. അഖിലീസ് ഒരുപാട് പേരെ കൊന്ന ഒരു മനുഷ്യനാണെങ്കിലും ഉള്ളിൽ ദയുള്ള ഒരാളാണ്. യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും ഫോളോ ചെയ്യുന്ന ആളാണ്. മനസ്സിൽ അല്പം കരുണ, മനസ്സാക്ഷിയുള്ള ആളാണ്. എന്നാൽ പിറ്റേ ദിവസം ഈ കാര്യം അറിഞ്ഞ അഗമനോണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കാരണം അഖിലീസ് ചെയ്യുന്ന ഒരു കാര്യത്തിനോടും അയാൾക്ക് താല്പര്യമില്ല. മാത്രമല്ല വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ലല്ലോ അഖിലീസ് ഇന്നലെ ചെയ്തത്. ട്രോയുടെ രാജാവാണ് ഇവിടെ വന്നു പോയത്, എന്നിട്ടും അയാൾ വിട്ടയച്ചില്ലേ. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ട്രോയ് എന്ന ആ ഒരു നഗരത്തെ ഇവർക്ക് തകർക്കാനോ കീഴ്പ്പെടുത്താനോ കഴിയുന്നില്ല. കാരണം അവരുടെ ആ ഒരു വലിയ കോട്ടമതിൽ തന്നെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്തോറും അഗമനോൺ ആ രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം ഫ്രസ്ട്രേഷനും ഇതെല്ലാം കൂടി വരുന്നുണ്ട്. ആ വലിയ കോട്ടമതിൽ അതൊരിക്കലും ഇവരെ കൊണ്ട് തകർക്കാൻ പറ്റില്ല എന്ന് വരെ ഇവർ വിചാരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഈ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒഡീസിയസ് ഒരു കാര്യം കാണുന്നത്. അയാളുടെ ഒരു സുഹൃത്ത് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ തന്റെ മകന് കൊടുക്കാനായിട്ട് ഒരു സമ്മാനം ഉണ്ടാക്കുന്നത് ഒഡീസിയസ് കാണുകയാണ്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു കുതിര. എന്നാൽ ഇത് കണ്ടപാട് തന്നെ ഒഡീസിയസിന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുകയാണ്. അപ്പൊ തന്നെ അയാളുടെ ആളുകളോട് കുറച്ചധികം മരപ്പലകകൾ കൊണ്ടുവരാൻ പറയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ അഖിലീസിനെ കാണിക്കുകയാണ്. അവന്റെ അടുത്ത് ഇപ്പോൾ അവന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആ ആളുണ്ട്. അവന്റെ അനിയൻ
അനിയൻ മരിച്ച കാര്യം ഇയാളാണ് അക്കിലീസിനോട് പറഞ്ഞത്. ആ സമയത്ത് ദേഷ്യം കാരണം അവൻ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പൊ അക്കിലീസ് ക്ഷമ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അക്കിലീസ് അവന്റെ ആളുകളോട് ഇപ്പൊ പറയാണ്, ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ അത് എന്തായാലും കേൾക്കണം. എന്റെ കൂട്ടത്തിലെ ഒരാൾ പോലും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണം എന്ന് പറയണം. അക്കിലീസ് പറയുന്നതൊന്നും അവര് നിഷേധിക്കില്ല, അവര് കേൾക്കും അത്. അങ്ങനെ അവര് തിരിച്ചു പോവാണ്. അങ്ങനെ കുറച്ച് ദിവസം വീണ്ടും കഴിഞ്ഞു. ഒരു ദിവസം ഈ ട്രോയുടെ ഒരു പട്ടാളക്കാരൻ തീരത്തൂടെ പോകുന്ന സമയത്ത് ഒരു കാര്യം കാണുകയാണ്. തീരത്ത് ഒരു വലിയ മരക്കുതിര, അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ. മാത്രമല്ല ആ കടലിൽ ഒറ്റ കപ്പൽ പോലുമില്ല. എല്ലാ ഗ്രീക്കുകാരും തിരിച്ചു പോയിട്ടുണ്ട്. പിന്നീട് രാജാവായിട്ടുള്ള ബ്രിയാമും അയാളുടെ പടനായകനും പാരീസും ഇവരെല്ലാവരും വരുന്നുണ്ട്. ഇവർക്കൊരു കാര്യം മനസ്സിലായി, അവർക്കിടയിൽ എന്തൊക്കെയോ അസുഖങ്ങൾ വന്നിട്ടുണ്ട്. ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ദേഹം നോക്കിയ ഇവർക്കെല്ലാം വസൂരിയുണ്ട്. ഇത് കാരണം അവർ തിരിച്ചു പോയിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ യുദ്ധമില്ലാതെ ഒഴിവായല്ലോ. ആ സമയത്താണ് മരം കൊണ്ടുണ്ടാക്കിയ വലിയ ഒരു മരക്കുതിരയെ അവർ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അല്ല, ഇതെന്തിനാണ് ഇവിടെ അവർ വെച്ചിട്ട് പോയത്? ചിലപ്പോൾ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയതല്ലേ, അതുകൊണ്ട് നമുക്കായിട്ടുള്ളൊരു സമ്മാനമായിട്ട് വെച്ച് പോയതായിരിക്കണം. അവരുടെ നാട്ടിലൊരു നിയമമുണ്ട്, ആരെങ്കിലും സമ്മാനമായിട്ട് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. ജോൽസിൻ ഈ കാര്യം നമ്മുടെ രാജാവ് പ്രിയാമിനോട് പറയുന്നുണ്ട്. എന്നാൽ പടനായകനും അതുപോലെ തന്നെ പാരീസും പറയാണ്, അതിന്റെ ആവശ്യമുണ്ടോ? അവർ ഇവിടെ ഉപേക്ഷിച്ചു പോയ ഈ ഒരു വലിയ മരക്കുതിര അത് നമ്മൾ എന്തിനാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്? എന്നാൽ രാജാവായിട്ടുള്ള പ്രിയാം ഇതൊന്നും കേട്ടില്ല കേട്ടോ. ജോൽസിൻ പറഞ്ഞത് കേട്ട്, എന്തായാലും നമ്മുടെ ദൈവത്തിന് വേണ്ടി അവർ ഇതിവിടെ വെച്ചിട്ട് പോയതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കിത് പൊസൈഡിയന്റെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ദൈവത്തെ അപമാനിക്കുന്നത് പോലെയാവും. അങ്ങനെ ആ വലിയ മരക്കുതിരയെ ട്രോയിലെ പട്ടാളക്കാർ വന്നിട്ട് പതിയെ പതിയെ വലിച്ച് അവരുടെ കോട്ടമതിലും താണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. പൊസൈഡിയന്റെ ആ വലിയ ക്ഷേത്രം ഉണ്ടല്ലോ, അതിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവരുടെ ദൈവത്തിന് അത് കാണിക്ക വെക്കുകയാണ്. ഭീകരമായ വലിയൊരു യുദ്ധം ഒഴിവായതിന്റെ സന്തോഷത്തിലാണ് അവിടെയുള്ള എല്ലാവരും കേട്ടോ. അവരതൊരു ഉത്സവം പോലെ കൊണ്ടാടുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ റോന്തിന് പോയ ഒരു ട്രോയ് പട്ടാളക്കാരൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അതായത് ഈ ട്രോയുടെ വടക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ മലയുണ്ട്. ആ മലയുടെ ഒരു ഭാഗത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ കടലുമാണ്. ആ കടലിന്റെ ഭാഗത്തായിട്ട് ഒരുപാട് കപ്പലുകൾ എല്ലാം കൂടി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ആ പട്ടാളക്കാരന് ചതി മനസ്സിലായി. ഗ്രീക്കുകാർ എവിടെയും പോയിട്ടില്ല, അവരവിടെ വിളിച്ചിരിക്കുകയാണ്. ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ രാജാവിനെ അറിയിക്കാനായിട്ട് അവൻ വേഗം അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ ദേഹത്ത് ഒരു 4-5 അമ്പ് വന്ന് തുളച്ചു കയറുകയാണ്. അവനെ കൊന്നുകളയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വീണ്ടും ആ വലിയ മരക്കുതിര ഉണ്ടല്ലോ, അതിനെ കാണിക്കുകയാണ്. എല്ലാവരും രാത്രിയായി നല്ല ഉറക്കത്തിലായ സമയത്ത് ഈ മരക്കുതിരയുടെ ഉൾഭാഗത്ത് നിന്നും പലകകൾ പൊളിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അപ്പോഴാണ് ആ ഒരു വലിയ ചതി അല്ലെങ്കിൽ വലിയ ആ ഒരു പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കുതിരയുടെ ഉൾഭാഗം മുഴുവൻ പൊള്ളയായിരുന്നു. അതിനുള്ളിൽ ഒഡീസിയസും അക്കിലീസും അതുപോലെ തന്നെ വേറെയും കുറച്ചധികം പട്ടാളക്കാർ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവർ അത് തുറന്ന് പുറത്തേക്ക് വന്ന് അവിടെ കാവലിനുണ്ടായ കുറച്ച് ട്രോയ് പട്ടാളക്കാരെ കൊന്നതിനു ശേഷം ഒഡീസിയസും അവന്റെ ആളുകളും വേഗം ചെന്ന് പ്രധാന വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ അക്കിലീസ് നേരെ പോകുന്നത് ബ്രിസിസിനെ തെരഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ പ്രധാന വാതിൽ തുറന്നല്ലോ, അതോടുകൂടിയിട്ട് ഒരുപാടധികം ഗ്രീക്ക് പടയാളികൾ ആ രാത്രിയിൽ തന്നെ ട്രോയുടെ കോട്ടയുടെ ഉള്ളിലേക്ക് ഇരച്ച് കയറുകയാണ്. അങ്ങോട്ടേക്ക് കയറിയ ഗ്രീക്കിലെ പോരാളികൾ ഒരു കരുണയും ആരോടും കാണിക്കുന്നില്ല. സ്ത്രീകളെയും കുട്ടികളെയും വയസ്സായവരെയും കണ്ണിൽ കാണുന്ന എല്ലാവരെയും കൊന്ന് കൊലവിളിക്കുകയാണ്. ആ നഗരത്തിന്റെ പല ഭാഗത്തും തീ വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന അഗമെനോൺ അവന്റെ ഉള്ളിലെ അടങ്ങാത്ത ആ ഒരു പകയിൽ അതുപോലെ തന്നെ ആ ദേഷ്യത്തിൽ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, മെനലോസ്, നീ ഇതൊക്കെ കാണുന്നുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ ട്രോയെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കും. ഇതേ സമയം തന്നെ തന്റെ നഗരം കത്തി അമരുന്നത് പ്രിയാം രാജാവ് കാണുന്നുണ്ട് കേട്ടോ. ആ മനുഷ്യനത് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ അക്കിലീസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരോട് ചോദിക്കുകയാണ്, രാജാവിന്റെ മകൾ ബ്രിസിസ് അവൾ എവിടെ? എന്നാൽ ആ പട്ടാളക്കാർക്ക് അത് അറിയില്ലായിരുന്നു കേട്ടോ. അക്കിലീസ് ഇപ്പോൾ ബ്രിസിസിനെ തേടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം അവളെങ്ങാനും ഗ്രീക്കുകാരുടെ കയ്യിൽപ്പെട്ടാൽ അവളുടെ മരണം അത് ദാരുണമായിരിക്കും. സോ അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതാണ് അക്കിലീസിന്റെ ഒരു ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ സമയത്ത് തന്നെ അഗാമെനോണും അവന്റെ ആളുകളും കൂടെ ആ സ്ഥലം മുഴുവനായിട്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഹെക്ടറിന്റെ ഭാര്യയായിട്ടുള്ള ആൻഡ്രോമേക്ക ഉണ്ടല്ലോ, അവളും വേറെ കുറച്ച് ആൾക്കാരും അതുപോലെ തന്നെ പാരീസും ഹെലനും കൂടിയിട്ട് ഹെക്ടർ കാണിച്ചു കൊടുത്ത ആ രഹസ്യ വഴിയിലൂടെ പോവാണ്. മാത്രമല്ല എല്ലാവരെയും കയറ്റിയതിനു ശേഷം ഇപ്പൊ പാരീസ് പറയുന്നുണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടോ, അച്ഛൻ മുകളിൽ ഒറ്റയ്ക്കാണ്, അദ്ദേഹം ഇല്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പാരീസ് വേഗം തന്നെ വീണ്ടും മുകളിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ഗ്രീക്കുകാർ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെ ഉള്ളിലേക്കും ഇരച്ചു കയറുന്നുണ്ട്. ഈ സമയത്ത് പ്രധാന പുരോഹിതനും ജോത്സ്യനായിട്ടുള്ള ആളുണ്ടല്ലോ, അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ പറയാണ്, ഞാൻ ഒരു പുരോഹിതനാണ്, എന്നൊന്നും ചെയ്യരുതെന്ന്. അപ്പൊ തന്നെ കിട്ടി അയാൾക്കിട്ടൊരു വിട്ട് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു പുരോഹിതനെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്കെടുത്ത് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. പിന്നീട് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന എല്ലാ
എല്ലാ ശില്പങ്ങളെയും അവർ അടിച്ചൊട്ടക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയ രാജാവ് പ്രിയാൻ പറയാണ്, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ മഹാപാപമാണ്, നിർത്തിനടാന്ന് പറഞ്ഞിട്ട് വാളെടുക്കുന്നുണ്ട്. എന്നാൽ പിന്നിൽ നിന്നും പ്രിയാമിനെ അഗമനോൺ ഒരു കുന്തം വെച്ച് ക്രൂരമായിട്ട് തന്നെ കുത്തി കൊന്നുകളയാണ്. ഇതേ നേരം തന്നെ ആ അമ്പലത്തിന്റെ ഒരു ഭാഗത്തായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിസിസ് ഉണ്ടായിരുന്നു. അവളുടെ അരികിലേക്ക് ഇപ്പൊ അഗാമനോൺ വന്നിട്ട് പറയാണ്, നീ എന്താടി അവന്റെ കൂടെ മാത്രമേ കിടക്കുള്ളൂ, ഇന്ന് രാത്രി നീ എന്റെ കൂടെയാ, ഞാനൊരു വാക്ക് നിനക്ക് തരാം, ഇന്ന് നീ നരകം കണ്ടിരിക്കും. എന്നാൽ ഇത് കണ്ട അഖിലീസ് അങ്ങോട്ടേക്ക് വരികയാണ് ബ്രിസിസിനെ രക്ഷപ്പെടുത്താനായിട്ട്. ഇതേ നേരം തന്നെ അഗമനോൺ വളരെ മോശമായിട്ട് തന്നെ ബ്രിസിസിനോട് പെരുമാറുക. എന്നാൽ ആ സമയത്താണ് ബ്രിസിസ് ഒരു കാര്യം ചെയ്യുന്നത്. അവളുടെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ച ഒരു കത്തി അത് പുറത്തേക്കെടുത്ത് അവന്റെ കഴുത്തിനിട്ട് ഒരൊറ്റ കുത്തുകുത്തുകയാണ്. അങ്ങനെ യുദ്ധക്കൊതിയനായ ഈ മനുഷ്യൻ അഗാമെനോൺ എന്ന ആ രാജാവ് അവിടെ പിടഞ്ഞു വീഴുകയാണ്. അപ്പോഴേക്കും പടയാളികൾ അവളെ കൊല്ലാനായിട്ട് വന്നപ്പോൾ അഖിലീസ് അങ്ങോട്ടേക്ക് ചാടി വീണ് അവരിൽ നിന്നും ഇപ്പൊ ബ്രിസിസിനെ രക്ഷപ്പെടുത്തുകയാണ്. കറക്റ്റ് അവളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ ആ സമയത്താണ് അങ്ങോട്ടേക്ക് പാരീസ് വരുന്നത്. പാരീസ് വിചാരിച്ചു ഈ അഖിലീസ് ബ്രിസിസിനെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. അവനൊന്നും നോക്കിയില്ല, ഒരു അമ്പെടുത്ത് അഖിലീസിന്റെ കണങ്കാലിന് തന്നെയാണ്. വീണ്ടും 2-3 അമ്പ് അഖിലീസിന്റെ നെഞ്ചത്തേക്ക് എയ്ത് വിടുന്നുണ്ട്. അഖിലീസ് താഴെ വീഴുന്നുണ്ട്. ഈ നേരത്ത് ബ്രിസിസ് കരഞ്ഞുകൊണ്ട് തന്നെ അഖിലീസിനെ കൈകളിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ അവസാന സമയത്ത് അഖിലീസ് ബ്രിസിസിനോട് പറയുന്നത്, രക്ഷപ്പെട്ടു പോയിവിടുന്ന്, എന്റെ കാര്യം നോക്കേണ്ട, പോയി സമാധാനമായിട്ട് ജീവിക്കുമെന്ന് അവളോട് പറയാണ്. അങ്ങനെ അവിടെ വെച്ച് തന്നെ പെടഞ്ഞുകൊണ്ട് അഖിലീസ് മരണപ്പെടുകയാണ്. ഇതിനുശേഷം ബ്രിസിസിനെ പാരീസ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. ഹെക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു രഹസ്യ തുരങ്കത്തിലൂടെ പോയി ഇവരെല്ലാവരും ട്രോയയുടെ മറ്റൊരു ഭാഗത്തിലുള്ള ഒരു മലഞ്ചെരിവിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കുറച്ചുപേര് മാത്രമേ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗ്രീക്കുകാർ പൂർണ്ണമായിട്ടും ട്രോയ് നഗരത്തെ കത്തിച്ചില്ലാതാക്കുകയാണ്. അങ്ങനെ സിനിമയുടെ അവസാനം ഒഡീസീസിനെ കാണിക്കുകയാണ്. അവൻ ഒരുപാട് വിഷമത്തിലാണ്. അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള അഖിലീസ് യുദ്ധത്തിൽ മരിച്ചിരിക്കുകയാണ്. എല്ലാവിധ ബഹുമാനത്തോടും കൂടി അവന്റെ ശവത്തെ സംസ്കരിക്കുന്നുണ്ട് അവര്. അന്നു മുതൽ ലോകം മുഴുവനും അഖിലീസ് എന്ന ഒരു യുദ്ധവീരന്റെ പേര് എല്ലാവരും ഓർക്കാൻ തുടങ്ങി. ഇതുപോലൊരു യുദ്ധവീരൻ ഇതിനു മുന്നേ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ട്രോയ് എന്ന ഈ ഒരു സിനിമ ഇവിടെ തീരുകയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹം ഡയറക്ട് ചെയ്ത പുതിയൊരു സിനിമ ഒഡീസിയസ് വന്നിട്ടുണ്ടല്ലോ. ശരിക്കും ആ ഒരു കഥ എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ്. ഈ യുദ്ധത്തിൽ ഗ്രീക്കുകാർ ജയിക്കാൻ തന്നെ കാരണം ഒഡീസിയസിന്റെ ബുദ്ധി കാരണമാണ്. ഒഡീസിയസ് ആണ് ആ മരത്തിന്റെ കുതിരയെ ഉണ്ടാക്കിയത് തന്നെ. എന്തായാലും ഇതിനുശേഷം ഒഡീസിയസും അവന്റെ കൂടെയുള്ള ആൾക്കാരും കൂടെ ഒഡീസിയസിന്റെ നാടായ ഇത്താക്കയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവരെ കൊണ്ട് അതിന് പറ്റുന്നില്ല. കടലിൽ അവർ കുടുങ്ങി പോവാണ്. ഈ ഒരു ഭാഗമാണ് ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസിയസ് എന്ന മൂവിയിൽ കാണിക്കുന്നത്. ഞാൻ സിനിമ കണ്ടായിരുന്നു. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റുവാണെങ്കിൽ പോയി കണ്ടു കേട്ടോ. എന്തായാലും മറ്റൊരു കഥയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.